മന്ത്രി കൊച്ചമ്മ വീണ ജോർജ് ഇക്കുറി തോറ്റ് തുന്നം പാടും. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറന്മുളയിൽ വീണ വീഴുമെന്ന് സൂചനകൾ. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ ഡയലോഗടിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പട്ടിഷോയും കൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ച ഒരു മന്ത്രി ഇതുപോലെ വേറെ കാണില്ല. തോറ്റാൽ അത് കയ്യിലിരിപ്പിന് ജനം പണി തന്ന് വീട്ടിലിരുത്തുന്നതാണ്. സഹികെട്ട് ജനം തോൽപ്പിച്ചെന്ന് വന്നാൽ വീണ ജോർജിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ തൊലഞ്ഞു. അതുകൊണ്ട് എങ്ങനെയും ജയിക്കാൻ മെഴുകുതിരി കത്തിച്ച് മുട്ടിപ്പായി പ്രാർത്ഥനയിലാണ് വീണ ജോർജ്. ഓർത്തഡോക്സ് സഭയെ സുഖിപ്പിക്കാൻ വേണ്ടി വീണയ്ക്ക് മന്ത്രി കസേര കൊടുത്തതാണ് പിണറായി. അന്ന് തുടങ്ങി പിണറായിക്ക് കണ്ടകശനി. മുഖ്യൻ തന്നെ ഒരു മാൻറേക്കാണെന്നാണ് പരിഹാസം. എന്നാൽ അതിനെയും വെല്ലുന്നൊരെണ്ണമാണ് വീണ ജോർജ്. നല്ല ഒന്നാം തരം നാട്യകാരിയാണ്, അതെ നല്ല നടിയാണ് വീണ ജോർജ് എന്ന് കേരളം പലതവണ ആ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാണല്ലോ. ഏറ്റവും ഒടുവിലത്തെ 2 മുദ്രാവാക്യം ഉയർന്നപ്പോൾ കഴുത്തുളുക്കിയ അഭിനയം കണ്ട് ജനം വല്ലാതങ്ങ് കോരിത്തെറിച്ച് നിന്നുപോയി. അതിനുള്ള ഗപ്പ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കിട്ടുമെന്നാണ് ഇപ്പോൾ പ്രവചനങ്ങൾ. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, MP രാജേഷ് എന്നിവർ ജയിക്കുമെന്ന് CPM വിലയിരുത്തുമ്പോൾ മൂവരും തോൽക്കുമെന്ന് LDF പ്രതീക്ഷ അർപ്പിക്കുന്ന പല മണ്ഡലങ്ങളിലും UDF ജയിച്ചു കയറുമെന്നും കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ജില്ലാ ഘടകങ്ങളുടെ പ്രാഥമിക കണക്കെടുപ്പിൽ UDF ഉറപ്പായും 80 സീറ്റിന് മുകളിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ. ആശങ്കയുള്ള ആലപ്പുഴയിലും തൃശൂരും പാലക്കാട്ടും UDF അനുകൂല തരംഗമുണ്ടായാൽ സീറ്റുകളുടെ എണ്ണം കൂടുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ഇത് UDFന്റെ കണക്കുകൂട്ടലാണ്. എന്നാൽ വീണ ജോർജിന്റെ കാര്യത്തിൽ UDF പറയുന്നത് സംഭവിക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ട്. CPMനുള്ളിലും ചർച്ച നടക്കുന്നത് വീണ ജോർജ് തോൽക്കുമെന്നാണ്. പത്തനംതിട്ട CPMൽ വീണ ജോർജിന് എതിരാളികൾ കൂടുതലാണ്. കാരണം ആറന്മുള മണ്ഡലം നോക്കിവെച്ച മറ്റ് CPM നേതാക്കൾ ഉണ്ടായിരുന്നു. അവരെ തഴഞ്ഞാണ് 2 തവണയും വീണ ജോർജിന് പിണറായി സീറ്റ് കൊടുത്തത്. സഭയുടെ വോട്ട് പിടിക്കാൻ പിണറായി കാണിച്ച വേലത്തരം മാത്രമായിരുന്നു അത്. മാത്രമല്ല, അധികാരത്തിൽ കയറിയ വീണ ജോർജ് അടിമുടി അങ്ങ് മാറി. ജില്ലയിലെ CPMകാരെ പോലും പിന്നീട് അങ്ങ് പുച്ഛമായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് വീണ ജോർജിനെ ഒന്ന് വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കില്ല എന്നുള്ള പരാതികൾ എത്രയോ തവണ പുറത്തേക്ക് വന്നതാണ്. പലതവണ പത്തനംതിട്ട CPM യോഗങ്ങളിൽ വീണയ്ക്കെതിരെ പച്ചയ്ക്ക് വിമർശനങ്ങൾ ഉയർന്നു. തിരുത്താൻ തയ്യാറാകണമെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് ലേഡി പിണറായി കളിയായിരുന്നു വീണ ജോർജ്. ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുന്ന കയ്യിലിരിപ്പാണ് വീണ ജോർജ് കാണിച്ചു കൂട്ടിയത്. അത്രയും ഉത്തരം മുട്ടുമ്പോൾ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുക, ചോദ്യങ്ങൾക്ക് പറയാൻ സൗകര്യമില്ലെന്ന ധാർഷ്ട്യം, പ്രതിസന്ധി വരുമ്പോൾ ബോധം കെട്ട് വീഴൽ, അടുത്ത പഞ്ചായത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിനും കഴുത്തുളുക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകൽ, പുട്ടിയിട്ട് ഷോ കാണിച്ച് വെറുപ്പിക്കൽ. ഈ 5 വർഷക്കാലം ഇതൊക്കെയായിരുന്നു പ്രധാന പരിപാടികൾ. വീണ ജോർജിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, ആരോഗ്യ വകുപ്പിന്റെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ നമ്പർ 1 ആരോഗ്യ മേഖലയെ തകർക്കാൻ നോക്കുന്നേ എന്ന് മോങ്ങലാണ്. വീണ ജോർജിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. നിങ്ങൾ ഈ നിലപാട്, ഈ ശൈലി തിരുത്തണം എന്നുള്ള മുന്നറിയിപ്പുകൾ വീണ ജോർജിന് പലകുറി കിട്ടിയതാണ്. എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു വീണ ജോർജ്. ഇത് പുറത്തുള്ളവർ മാത്രം പറയുന്നതല്ല, സ്വന്തം കൂട്ടരും പറയുന്ന കാര്യമാണ്. ഇക്കുറി ഇടത് തോറ്റാൽ അതിന്റെ ഉത്തരവാദികളിൽ മുൻപന്തിയിൽ വീണ ജോർജും ഉണ്ടാകും. ഏറ്റവും മികച്ച ഒരു വകുപ്പ് കയ്യിൽ കിട്ടിയിട്ടും അതിനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാതെ സ്ഥിരം വിവാദത്തിലേക്ക് തള്ളിയിട്ടു. പദവികളിൽ വീണ ജോർജ് അട്ടർ വേസ്റ്റ് ആണെന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ആകെ ആത്മാർത്ഥമായി വീണ ജോർജ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം കപ്പിത്താനെ തള്ളലാണ്. തള്ളി കപ്പിത്താനും കമ്മിണിയും അറബിക്കടലിൽ മുങ്ങാറായി. ഈ വീണ ജോർജ് ഇരുന്ന കാലത്ത് ആരോഗ്യ വകുപ്പിനെതിരെ എന്തെല്ലാം വിമർശനങ്ങളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നില്ലേ? ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചികിത്സാ പിഴവുകൾക്ക് ശക്തമായ ഒരു നടപടിയെടുക്കാൻ ഈ കാലയളവിൽ വീണ ജോർജിന് കഴിഞ്ഞിട്ടുണ്ടോ? ചികിത്സാ പിഴവുകൾ പുറത്തേക്ക് വരുമ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന ശൈലി മാത്രമാണ്. എന്നാൽ ഇതിലൊക്കെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം. അതിബുദ്ധിയും ധാർഷ്ട്യവും വീണ ജോർജിന്റെ മെയിനാണ്. ആറന്മുള മണ്ഡലം ഞാൻ യൂറോപ്യൻ മോഡലാക്കി എന്നൊക്കെയാണ് തള്ളിമറിക്കൽ. വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ ചില വേലത്തരങ്ങൾ വീണ ജോർജ് കാണിച്ചത് അവർക്ക് തന്നെ 8ന്റെ പണിയായിരുന്നല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് മിനിറ്റുകൾ മാത്രമുള്ളപ്പോൾ വീണ ജോർജ് കളിച്ച നാടകം അമ്പേ പാളിയിരുന്നു. അത് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു.
നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകാത്ത പത്തനംതിട്ട കോഴഞ്ചേരി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായത് അത് ഓർക്കുന്നുണ്ടാകും മലയാളികൾ. തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. 5 മണിക്ക് തീരുമാനിച്ചിരുന്ന ഉദ്ഘാടനം ഉടൻ തന്നെ തട്ടിക്കൂട്ടി നേരത്തെ അങ്ങ് നടത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ് ഉദ്ഘാടന ചടങ്ങ് അതിവേഗത്തിലാക്കി വികസന റാണിയെന്ന് സ്വയം വീണ ജോർജ് പ്രഖ്യാപിച്ചത്. റോഡ് ഷോ ആയിട്ടൊക്കെ എത്തിയായിരുന്നു മന്ത്രി ഈ ഒരു അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. നിങ്ങൾ എന്ത് പ്രഹസനമാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന ചോദ്യം ജനം തന്നെ ഉയർത്തി. പാലം ഉദ്ഘാടനം ചെയ്യുകയാണോ അതോ അപ്രോച്ച് റോഡ് മാത്രമാണോ എന്ന കാര്യത്തിൽ ഭരണകക്ഷിക്കിടയിൽ പോലും അന്ന് വ്യക്തതയുണ്ടായിരുന്നില്ല. ആദ്യം പുറത്തിറക്കിയ പോസ്റ്ററുകളിൽ പാലം ഉദ്ഘാടനം എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന ആക്ഷേപം ശക്തമായതോടെ രണ്ടാമതിറക്കിയ പോസ്റ്ററിൽ അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം എന്ന് തിരുത്തി. എന്നാൽ ദൃശ്യങ്ങൾ പ്രകാരം പാലത്തിന്റെ മധ്യഭാഗത്തെ ആർച്ച് ഉൾപ്പെടെയുള്ള പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് എന്ന് ജനം വലിയ വിമർശനം ഉന്നയിച്ചു. അപ്രോച്ച് റോഡ് മാത്രമാണ് പൂർത്തിയായതെന്ന് CPM ഏരിയ സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ പെയിന്റിംഗ് പണി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അവകാശപ്പെട്ടു. അതായത് ഒരേ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ എതിർ അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ഒരൊറ്റ നിലപാട് ഇവർക്ക് അല്ലെങ്കിലും ഒരു കാര്യത്തിലില്ല, പലർക്കും പല നിലപാടുകളാണ്. 8 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്ന പാലം പണി തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിലെത്തിയപ്പോൾ തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ജനം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. നിർമ്മാണം പൂർത്തിയാകാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ പോലും ആരോപിച്ചു. പണി തീരാത്ത പാലത്തിൽ മന്ത്രിക്ക് ഉദ്ഘാടനം നടത്താൻ എന്ത് അവകാശമാണുള്ളതെന്ന് പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചു. അന്ന് അതായത് ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ഗിമ്മിക്ക് നടത്തി ആട്ടപടലം വീണ ജോർജ് നാറിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുത്തിയാൽ പിന്നീട് വികസന നേട്ടമായി ഇത് അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ. ആ ഒരു ഭയം കൊണ്ടായിരുന്നു തട്ടിക്കൂട്ടി ഒരു ഉദ്ഘാടനം അങ്ങ് നടത്തിയത്. പണിയൊന്നും പൂർത്തിയായോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷേ ഞങ്ങൾ ഉദ്ഘാടനം നടത്തും, അത് ഞങ്ങളുടെ മെയിനാണ്. ഈ 5 വർഷക്കാലത്തിനിടയിൽ CPM-ൽ പ്രത്യേകിച്ച് സർക്കാരിൽ ഉദ്ഘാടനം മാമാങ്കം അതിൻ്റെ ഒരു പ്രഹസനം എത്രത്തോളം ആയിരുന്നു എന്ന് ജനം കണ്ടതാണ്. ഈ 5 വർഷക്കാലം നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും നിങ്ങൾ ഈ പ്രവർത്തികൾ ഈ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ഈ തെരഞ്ഞെടുപ്പ് മൂട്ടിലെത്തിയപ്പോൾ മാത്രം തട്ടിക്കൂട്ടി ഈ പരിപാടികൾ നടത്തിയത് വോട്ട് പെട്ടിയിൽ വീഴാനാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അന്ന് അടിമുടി നാറി നാണം കെട്ടു വീണ ജോർജ്. ഇതുപോലെ നാടകം കളിച്ച് പല കുറി CPM-നെ വെട്ടിലാക്കിയിട്ടുമുണ്ട് വീണ. ഒരു പ്രതിഷേധം നടന്നപ്പോൾ കഴുത്തുളുക്കിപ്പോയി ICU-വിൽ കിടന്നത് അതിലേറെ നാണക്കേട് ഉണ്ടാക്കി വെച്ചില്ലേ? എന്തൊക്കെ പ്രഹസനമായിരുന്നു അന്ന്. കണ്ണൂരിൽ പോയപ്പോൾ KSU-കാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു പ്രതിഷേധം നടത്തുന്നു. അവർ വീണ ജോർജിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് പ്രതിഷേധക്കാർ കഴുത്ത് പിടിച്ച് തിരിച്ചോടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കള്ളത്തരങ്ങൾ, എന്തെല്ലാം അഭിനയങ്ങൾ, നാടകങ്ങൾ ഇവർ പുറത്തിറക്കി. എന്നിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി ICU-വിൽ കിടന്നില്ലേ? എന്നിട്ട് അതീവ ഗുരുതരമായി കഴുത്തിന് ഗുരുതര പരിക്ക് പറ്റിയ വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് കാറിലായിരുന്നു. എത്രത്തോളം നാണം കെട്ട പണികളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്.